welcome back to another brand new episode of Miller Golden Diamonds Presents Corrective with Serena, powered by Wall Brands. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് is a very Dubai's own, very child, ഒരു beautiful actress, dancer, co-producer. Welcoming Aima Rosmi to the show. Welcome to the show. എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ. ഒരു വർഷമായിട്ട് ഞാൻ ദുബായിൽ തന്നെയുണ്ട്. എവിടെയും പോയിട്ടില്ല. 1 year ആയിട്ട് കംപ്ലീറ്റ്ലി ദുബായിൽ തന്നെയുണ്ട്. സോ ദുബായിയുടെ ചൈൽഡ്, അതാണ് ഞാൻ പറഞ്ഞത്, ദുബായിസ് ചൈൽഡ്, ബോൺ ആൻഡ് റേസ്ഡ് ഇവിടെയാണ്, പഠിച്ചത് ഇവിടെയാണ്. സോ ഹൗ ഡു യു ഫീൽ? സുഖമായിട്ടിരിക്കുന്നോ? അടിപൊളിയായിട്ടിരിക്കുന്നു. മൂവി വിശേഷങ്ങളൊക്കെ ലിറ്റിൽ ഹാർട്സ് വരെ നമ്മൾ കണ്ടു ബിഗ് സ്ക്രീനിൽ. സോ നൗ വാട്ട് ആർ യു ഡൂയിങ്? അറ്റ് ദ മൊമെന്റ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കോ പ്രൊഡ്യൂസർ ആയിട്ട് ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പൊ 1 year ആയിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇനി നോക്കാം, ഭാവിയിൽ നോക്കാം. ഇനിയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീൽസിൽ ഭയങ്കര ആക്റ്റീവ് ആണ്. കാരണം നമുക്ക് ഞാൻ കൂടുതലും ഡാൻസ് ഫോക്കസ്ഡ് ആണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണമല്ലോ, അങ്ങനെ ചെയ്തോണ്ടിരിക്കും. അപ്പം ചൈൽഡ്ഹുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ദുബായിലാണ്, ഇപ്പൊ നമ്മൾ രണ്ടുപേരാണെങ്കിലും ദുബായ് കിഡ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. നമ്മുടെ ഹോം ഇസ് മോസ്റ്റ്ലി ദുബായ് 90s കിഡ്സ് എന്ന് വേണം പറയാൻ. എനിക്ക് നല്ല പ്രായം കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ പ്രായം നല്ല ലൈക്ക് ഇപ്പോഴും നമ്മള് മറ്റേ 90s കിഡ്സ് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ മറ്റേ നരച്ച മുടി വരുന്നത് ഇതൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ ദേവസോ റിലേറ്റബിൾ ഓരോ ദിവസം ഓരോന്നിങ്ങനെ കട്ടി. സോ എങ്ങനെയായിരുന്നു ചൈൽഡ്ഹുഡ് ദുബായിൽ? എവിടെയാ പഠിച്ചത്? ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെയാണ്. പ്രൈമറി വരെ ഞാൻ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ നാട്ടിലാണ് പഠിച്ചത്, ഷാജി ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ആൻഡ് നാട്ടിൽ കുറച്ച് നാളമ്മ പറഞ്ഞു, കുറച്ച് നാൾ നാട്ടിലേക്ക് പോയി രണ്ടുപേരും കൂടെ നിന്ന് പഠിച്ച് കുറച്ച് പക്വതയൊക്കെ അപ്പൊ നാട്ടില് കുറച്ച് പക്വതയൊക്കെ ആയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. പക്ഷെ വലിയ ഇതൊന്നും വച്ചിട്ടില്ല. പിന്നെ എന്റെ UG PG ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു. UG മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഷാർജയിൽ തന്നെ. ആൻഡ് PG-ലാണ് എനിക്ക് ബിക്കോസ് ഞങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തെയും ക്യാമ്പസുകളാണ്, എംബറ്റി, മണിപ്പാൽ. പിന്നെ നല്ല കോമ്പറ്റീഷൻ ഉള്ള 2 ക്യാമ്പസ് ആണ് അല്ലേ. എന്തെങ്കിലും കോമ്പറ്റീഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇതുവഴി പോകും, മണിപ്പാൽ ഇതുവഴി ഇങ്ങനെയാണ് ഞങ്ങൾ നടക്കുന്നത്. അത് ഞാൻ ഫാഷൻ ഇതില് എല്ലാ കോമ്പറ്റീഷൻസിലും അയിമ അവിടെ ഡാൻസ് റിലേറ്റഡ് എല്ലാത്തിലും കാണും. സോ ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. ആൻഡ് പിന്നെ സിസ്റ്റർ വാസ് ഇൻ അതെ അതെ. അപ്പം സ്കൂൾ കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ വാട്ട് വാസ് സംതിങ് ദാറ്റ് സ്ട്രൈക്ഡ് യു? ഇപ്പം ഇവിടുത്തെ സ്കൂൾ ടൈം ഇപ്പം ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ബെല്ലടിക്കുമ്പോഴത്തേന് ക്യാൻറ്റീനിലേക്ക് ഉള്ള ഓട്ടം. നമ്മുടെ സമയത്ത് ഞാൻ അറൗണ്ടിലാണ് പഠിച്ചത്. അപ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ, അതായത് 1.5 ദറംസിന് ഞങ്ങൾക്ക് പഞ്ചാബി സമോസ കിട്ടും. ഞങ്ങള് 1.5 ദറംസിന്റെ പഞ്ചാബി സമോസ. പിന്നെ അതായിരുന്നു മെയിൻ. അത് കഴിക്കാൻ വേണ്ടി ഞാൻ ചില സമയത്ത് അമ്മയോട് പറയുമ്പോ ടിഫിൻ തന്നു വിടരുത്, ഇന്ന് എനിക്ക് പഞ്ചാബി സമോസ. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മ സ്കൂൾ ടൈമിൽ? ഇഷ്ടം പോലെ ഓർമ്മകളുണ്ട് സ്കൂൾസിൽ. പ്രത്യേകിച്ച് ഇപ്പം ഞാനും എന്റെ സിസ്റ്ററും ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു 2nd സ്റ്റാൻഡേർഡ് തൊട്ട് ഞങ്ങളെല്ലാം ഡാൻസ് പ്രോഗ്രാംസിനും കോമ്പറ്റീഷൻസിനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങക്ക് സ്കൂൾ ആദ്യത്തെ ഫുഡ്, റീസസ് ഫുഡ് അമ്മ തന്നോടും. ഓക്കെ, ഞങ്ങൾ ഗുഡ് ഗേൾസ് ആയിട്ട് കഴിക്കും. അത് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് ഉണ്ടാവും. സ്റ്റേ ബാക്ക് ഈ ക്യാൻറ്റീൻ ഓപ്പൺ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അമ്മയുടെ അമ്മ ഞങ്ങക്ക് ഫുഡ് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അങ്ങനെ ഞാനും എന്റെ സിസ്റ്ററും കൂടെ അരീജിന്റെ ഒരു ജ്യൂസ് ഉണ്ട്, റാസ്ബെറി ജ്യൂസ് ഉണ്ട്, ജ്യൂസും 50 ഫിൽസ്. അമ്മ കറക്റ്റ് 1 ദറം തന്നു വിടും, അത്ര കഴിച്ചാൽ മതി. 50 ഫിൽസിന്റെ ചിപ്സോ സാൻഡ്വിച്ചോ എന്തെങ്കിലും ചിപ്സ് കാണും. പിന്നെ ഒരു ക്വേക്കറോസ് എന്നും പറഞ്ഞിട്ട് ചിപ്സ് ഉണ്ട്. ഈ 2 ചിപ്സിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ. അപ്പൊ നാട്ടില് ഹോസ്റ്റലിലായിരുന്നു, ബോർഡിംഗ് സ്കൂളിലെ. സിസ്റ്റേഴ്സിന്റെ കൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഒരു പോയിന്റ് അപ്പൊ ഞങ്ങൾ സിസ്റ്റേഴ്സിന്റെ കയ്യിലെടുത്തു. എന്നിട്ട് സിസ്റ്റേഴ്സും പിന്നെ പോയി. നാട്ടിലെവിടെയായിരുന്നു അപ്പൊ പഠിച്ചത്? കോട്ടയം മൗണ്ട് കാർമലിലാണ് പഠിച്ചത്. ഓക്കെ. ഇവിടെ വന്നിട്ട് PG UG ആ ഒരു സമയത്തോ? ആ സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. ലൈക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടുമ്പോഴും പോയി, നാട്ടിലായിരുന്നപ്പോ പോയി വരുമായിരുന്നു. പിന്നെ ഫുൾ ടൈം അമ്മയുടെ അച്ഛയുടെയും കൂടെ അനിയത്തിയുടെ കൂടെ ഞങ്ങൾ 3 പേരും കൂടെ
ഞങ്ങൾക്കൊരു റൂമൊക്കെ ഉണ്ട്, ഞങ്ങളുടെ സീക്രട്ട് റൂം പോലെ. ഓക്കെ, റൂം പറഞ്ഞപ്പോ ഇല്ല പെട്ടെന്ന് തന്നെ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് എങ്ങനെയാണ് മൂവിയിലേക്ക് പെട്ടെന്ന് ഒരു അല്ലേ ഒരു ന്യൂ ആക്ച്വലി ഭയങ്കര ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ എത്തുമെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. ബിക്കോസ് ഐ ലൈക്ക് ടു വർക്ക് മോർ ബിഹൈൻഡ് ദ ക്യാമറ. വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്യും. പിന്നെ എനിക്ക് ആനിമേഷൻ ഇഷ്ടമായിരുന്നു. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ആയിരുന്നു എനിക്കിഷ്ടം. പക്ഷെ പെട്ടെന്ന് എന്താ പറയാ, എനിക്കൊരു ഓഡിഷൻ കോൾ വന്നു. അപ്പൊ ഞാൻ ഹൈഡ് ചെയ്ത് നടന്നു. ഞാൻ അമ്മയുടെ അടുത്തൊന്നും മിണ്ടിയില്ല. അമ്മ എനിക്കിങ്ങനെ ഓഡിഷൻ കോൾ വന്നു, ഞാനത് ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. പിന്നെ കറങ്ങി തിരിഞ്ഞ് അമ്മയുടെ അടുത്ത് ആരോ വന്ന് ചോദിച്ചു, മോൾക്ക് ഇങ്ങനെ ഓഡിഷൻ കോൾ വന്നായിരുന്നല്ലോ, എന്തേലും പറഞ്ഞു. അപ്പൊ അമ്മ ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല. അങ്ങനെ അമ്മ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ആ സമയത്ത് ഡബ് സ്മാഷ് നമ്മൾ ചെയ്തിട്ടായിരുന്നു ഓഡിഷൻ അയക്കേണ്ടത്. അങ്ങനെ ഞാൻ വെറുതെ എടുത്തയച്ചതാ. ഞാൻ ജന്മത്തെ വിചാരിച്ചില്ല അവരെന്നെ സെലക്ട് ചെയ്യുന്നു. ഒരു സീരിയസ്നെസ് ഇല്ലാതെ ഞാൻ അയച്ചു കൊടുത്തു. സോ ഇംപ്രസ്ഡ്. വിനീത ഈ കൊച്ചു കൊള്ളാലോ. അങ്ങനെയാണ് ഞാൻ മൂവിയിൽ എൻ്റെ പിന്നെ അച്ഛമ്മ വാസ് കംഫർട്ടബിൾ ബിക്കോസ് ഫുൾ ഷൂട്ട് ദുബായിലായിരുന്നു. കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പം പിന്നെ എനിക്ക് എൻ്റെ അടുത്ത് ഒത്തിരി അഭിനയിക്കേണ്ടി വന്നില്ല. കാരണം ദേ വാണ്ടഡ് ദുബായ്ക്ക്. ആൻഡ് നമ്മുടെ നേച്ചർ എന്താണോ അത് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നു. ഒരു സിസ്റ്റർ തന്നെ വെരി ജോവിയൽ പേഴ്സൺ അത് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും തോന്നി ഓക്കെ മൂവി കൊള്ളാലോ, എനിക്ക് പറ്റിയ പരിപാടിയാണ്. പക്ഷെ ആക്ച്വലി എനിക്ക് അപ്പോഴും ആ ചിന്തയില്ലായിരുന്നു. കാരണം ഞാനൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് അത് കണ്ടത്. കാരണം എനിക്ക് ഒത്തിരി കഷ്ടപ്പെടേണ്ട വന്നില്ല ഇതിന്. പക്ഷെ അത് കഴിഞ്ഞ് സെക്കൻഡ് മൂവിയുടെ ഓഫർ വന്നപ്പം അതിനകത്ത് കുറച്ച് കഷ്ടപ്പെടണ്ടായിരുന്നു. കാരണം അത് ഫുൾ സീനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. ലാലേട്ടൻ, മീന എല്ലാരും കൂടെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും എനിക്ക് അഭിനയിക്കാൻ അറിയുമോന്നായിരുന്നു ഞാൻ ആ പോയിന്റിൽ തിങ്ക് ചെയ്തത്. പക്ഷെ പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ നല്ലപോലെ ബൈഹാർട്ട് ചെയ്തിട്ട് അന്ന് ഞാൻ ചെറുതെന്ന് പറയുമ്പോൾ കറക്റ്റ് UG കഴിഞ്ഞിട്ട് അത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, ഇത് എനിക്ക് പറ്റിയ പണിയാണോ എന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. പക്ഷെ എല്ലാവരുടെ ഹെൽപ്പ് കൂടി ഐ കംപ്ലീറ്റഡ്. പിന്നെ ഐ തോട്ട് ഓക്കെ ഐ ക്യാൻ ഡു ദിസ്. അപ്പോൾ ടോക്കിംഗ് അബൌട്ട് ബിഹൈൻഡ് ദ സീൻസ് ഓഫ് മൂവീസ് ഇപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ആർ ദ കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻസ് നമ്മൾ എന്താണ് അയിമ എടുക്കാറുള്ളത്? ഫസ്റ്റ് സ്ക്രിപ്റ്റ് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരും. പിന്നെ വാട്ട് ഐ ഡു ഇസ് whenever I read a script, ഞാൻ അത് പിക്ചറൈസ് ചെയ്യും എൻ്റെ മനസ്സിലപ്പുറത്ത്. സോ ഐ ക്യാൻ സീ ദ മൂവി വെൻ ഐ റീഡ് ദ സ്ക്രിപ്റ്റ്. പിന്നെ ഐ പ്രിപ്പയർ മൈ സെൽഫ് ലൈക്ക് ഓക്കെ എൻ്റെ ക്യാരക്ടറിന് ഇങ്ങനെ കൊടുത്താലും നല്ലതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാറുണ്ടോ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്നുള്ളൊരു? ഡെഫിനറ്റ്ലി നമ്മൾ അവരുടെ ഒപ്പീനിയൻ എടുക്കും. ബിക്കോസ് അവർ കാണുന്നത് തന്നെയാണോ ഞാൻ കാണുന്നത് എന്നുള്ളൊരു ഇത് എനിക്ക് വേണം, പിക്ചർ എനിക്ക് വേണം. അപ്പം ഞാൻ പറയും ചിലപ്പോൾ അവരെനിക്ക് റെഫറൻസ് അയക്കും, ഈ ക്യാരക്ടർ നോട്ട് ചെയ്യും, ഇതിൻ്റെ അകത്ത് ചില മാനറിസം നോട്ട് ചെയ്യും. യു ക്യാൻ ടേക്ക് ദാറ്റ്. അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യും. ഇപ്പം നമ്മള് ഷൂട്ടിൽ ഇരിക്കുമ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസിൽ ഞാൻ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഐ ട്രൈ ടു ഇപ്പൊ പറഞ്ഞ പോലെ വിഷ്വലൈസ് ചെയ്യും. പക്ഷെ സംടൈംസ് ഐ ഗെറ്റ് സ്കെയർഡ്, ഇത് ചോദിക്കണോ, ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കണോ. ബിക്കോസ് ഞാൻ ലാലേട്ടന്റെ ഇന്റർവ്യൂല് ലൈക്ക് ഒരു പോഡ്കാസ്റ്റ് ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്, ഡയറക്ടർ എന്ത് കൊടുക്കുന്നോ ഹി എനാക്ട്സ് പുള്ളി ദാറ്റ്. പുള്ളിയായിട്ട് ഒരു സജഷൻസും പുള്ളി പറയത്തില്ല, എന്താണ് ഡയറക്ടർ പറയുന്നത് അത് മാത്രം ചെയ്യുക, പോവുക, ദിസ് ഇസ് മൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ എന്തെങ്കിലും പറയണോ വേണ്ടിയോ എന്ന് പോലും നമ്മൾ സ്റ്റാർട്ടിങ് ആവുമ്പോഴത്തേന് യു ഹാവ് ദറ്റ് ടെൻഷൻ, ഇത് പറയുന്നത് ശരിയാണോ അല്ലയോ, ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കണം, അതോ ഇങ്ങനെ ഈ സ്ക്രിപ്റ്റ് അനുസരിച്ച് മാത്രം ചെയ്താൽ മതിയോ? സോ അതെന്തായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഇനിഷ്യലി വന്നപ്പോഴത്തേക്കിന്? അതുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ലാലേട്ടൻ എനിക്ക് സജഷൻസ് തരുമായിരുന്നു. മോളെ പേടിക്കണ്ട, നീ ഇങ്ങനെ ചെയ്തോ ശരിയായിക്കോളൂ. ഞാൻ ചെയ്യാം. എക്സ്പീരിയൻസ് അല്ലേ ആക്ച്വലി സ്റ്റാർട്ടിങ് തന്നെ മേക്കപ്പിന്റെ സ്വർഗരാജ്യത്തെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് മുന്തിരിവള്ളിയിലാണ് ഉള്ളത്. ബിക്കോസ് അത്രയും സൂപ്പർ സീനിയേഴ്സ് എൻ്റെ കൂടെ ആരും ഇല്ല പുതിയത്, ഞാൻ മാത്രം. ഞാൻ ന്യൂ ബോൺ അല്ലേ, സംതിങ് ലൈക്ക് ദാറ്റ് കിട്ടി. ഞാൻ എന്താണ് ഈ ലോകത്ത് ചെയ്യുന്നത്, ഇവർ എന്ത് കണ്ടിട്ട് എന്നെ കാസ്റ്റ് ചെയ്തേ എന്നുള്ള തോട്ടിലായിരുന്നു. പക്ഷെ ജേക്കബിന്റെ സമയത്ത് അത്രയും ഒരു നോട്ടബിൾ ക്യാരക്ടർ ആയിരുന്നു അല്ലേ. അതായത് നമ്മൾ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ യു വോണ്ട് ഫർഗെറ്റ്. അപ്പൊ അവിടുന്നാണ് ഐ ബിലീവ് യു ഫൗണ്ട് യുവർ ലൈഫ് പാർട്ട്ണർ അല്ലേ? യെസ്. അതെങ്ങനെ സംഭവിച്ചു?
അത് സത്യം പറഞ്ഞാൽ വലിയ സംഭവം ഇല്ലായിരുന്നു. ആക്ച്വലി ഷൂട്ടിങ്ങിന് ഫുള്ള് കൂടെ ഉണ്ടായിരുന്നു. എവറിത്തിങ് ലൈക്ക് ടിൽ ദി എൻഡ് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആഫ്റ്റർ എല്ലാ മൂവിയും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സ്റ്റിൽ ഇൻ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പം ഐ എം ലൈക്ക് ഓക്കെ ഐ തിങ്ക് ഐ സ്റ്റാർട്ടഡ് മിസ്സിങ് യു. അപ്പോൾ ഹീസ് ഓൾസോ ലൈക്ക് ഈവൻ ഐ തിങ്ക് ഐ സ്റ്റാർട്ടഡ് മിസ്സിങ് യു. അത് കഴിഞ്ഞ് ഈ പ്രപ്പോസ്ഡ് മീ. അപ്പം ഞാൻ പറഞ്ഞു നേരെ വീട്ടിൽ പോയി എൻ്റെ അമ്മയോട് ചോദിച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വന്നാൽ മതി. പിന്നെ യു വാസ് കണക്ടിങ് ഓൾ വിത്ത് അമ്മ. പിന്നെ അമ്മേനെ ചാക്കിട്ടു. ഞാൻ സ്ട്രിക്ട്ലി പറഞ്ഞിരുന്നെ എൻ്റെ അച്ഛൻ അമ്മയെ സമ്മതിക്കാതെ ഞാൻ ഒന്നിനും ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ എനിക്കത് നിർബന്ധമായിരുന്നു. ഞാൻ പ്രേമിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അച്ഛയമ്മ സമ്മതിക്കണം ആ ഒരു ഇതിലായിരുന്നു. ആക്ച്വലി സെയിം. അത് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു ആ ഒരു ക്യാരക്ടർ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ചെയ്യുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് സ്പോട്സ് ആയിക്കോട്ടെ കാര്യങ്ങൾ, വാട്ട് ഇസ് ദാറ്റ് ഇൻട്രസ്റ്റ് ബോത്ത് ഓഫ് യു? ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യും. ലൈക് മാക്സിമം ആക്ടിവിറ്റീസിൽ പോകും. ഈ പറഞ്ഞ അഡ്വഞ്ചറസ് ആണോ? എന്റെ അത്ര അഡ്വഞ്ചറസ് അല്ല എന്റെ ഹസ്ബൻഡ്, പക്ഷെ ഞാൻ ഭയങ്കര അഡ്വഞ്ചറസ്. അതെയോ? എവിടെ വേണേലും തലകുത്തിച്ചാടും. ഏത് മല കണ്ടാലും എനിക്ക് ചാടണം. എനിക്ക് തോന്നുന്നു അത് ദുബായ് കിഡ്സിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ഞാൻ തോന്നുന്നു. ഇപ്പൊ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോകുമ്പോഴത്തേക്കും ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡിൽ കയറിയേ പറ്റും. എനിക്കും ഭയങ്കര നിർബന്ധം. ഇപ്പൊ ട്രാവൽ ചെയ്യുകയാണെങ്കിലും എനിക്ക് സിപ്പ് ലൈൻ കണ്ടാ എനിക്ക് ചാടണം, പാരഷൂട്ട് കണ്ടാ എനിക്ക് ചാടണം, സ്കൈ ഡൈവ് ചെയ്യണം. അങ്ങനത്തെ ഇവിടുത്തെ പിള്ളേർക്ക് ഉണ്ട്. ആണോ? എനിക്ക് ആ ഒരു അഡ്രിനാലിൻ റഷ്. ഇപ്പൊ എന്റെ വീട്ടിൽ ആരും അങ്ങനെയല്ല. നോബഡി ഈസ് അഡ്വഞ്ചറസ് അറ്റ് ഹോം. ഏതെങ്കിലും ട്രിപ്പ് പോകുമ്പോ ഞാൻ ആയിരിക്കും മലയിന്ന് ചാടുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുന്നത്. അമ്മ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ കൈ വെച്ചിട്ടിരിക്കും. അങ്ങനത്തെ ഒരാളാണ് അല്ലേ? അപ്പൊ ഹസ്ബൻഡ് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ മാറ്റിയെടുത്തോണ്ട് പോകും. ഞാൻ പോയിട്ട് വരാം. പിന്നെ എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ കുറെ കസിൻസും. പിന്നെ നമ്മളിങ്ങനെ വീട്ടിൽ പറയും മരങ്കേറി പിള്ളേരെന്നൊക്കെ അല്ലേ? ദുബായിലുള്ള ഫുഡ് സ്പോട്സ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഫുഡ് ഹോപ്പിങ്ങിന് പോവാറുണ്ട്. അതായത് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതായത് കെവിയുടെ ഫ്രണ്ട്സ് ഉണ്ട്. അതായത് രണ്ടുപേരും ഭയങ്കര ഫുഡീസാണ്. സാഗറും സിനാനും ഭയങ്കര ഫുഡീസാണ്. അവര് വിളിക്കും നമുക്ക് ഫുഡ് ഹോപ്പിങ്ങിന് പോവാന്ന്. അങ്ങനെ വീക്കെൻഡ്സ് ആണോ? വീക്കെൻഡ്സ് ആയിരിക്കും. ആദ്യം ഒരു കടയിൽ നിന്ന് സ്റ്റാർട്ടേഴ്സ് കഴിക്കും. അടുത്ത കടയിൽ പോകും, അവിടുത്തെ മെയിൻ കോഴ്സ് കഴിക്കും. അടുത്ത കടയിൽ പോകും, അവിടുത്തെ ഡെസേർട്ട് കഴിക്കും. അതാണ് അതിന്റെ ഫുഡ് ഹോപ്പിംഗ്. നമ്മള് പോകുമ്പോഴേ നോക്കി വെക്കും ഏതൊക്കെ കട എങ്ങനെയൊക്കെ ജോയിൻ ചെയ്ത് കറക്റ്റ് ഇങ്ങനെ സർക്കിൾ പോലെ. ജുമേരയാണ് നമ്മുടെ സ്പോട്ട്. വെരി റീസെന്റ് പോയത് ജുമേരയിലായിരുന്നു. അങ്ങനെ നടന്നു കഴിക്കും. അത് ഭയങ്കര നല്ലതാ. കാരണം നമുക്ക് എല്ലാരും കൂടെ പോകുമ്പോ നമുക്ക് വലിയൊരു ഡിഷ് ഓർഡർ ചെയ്യാം. അത് കൂളപ്പ് ചെയ്ത് കഴിക്കുമ്പോഴേക്കും അത്രയും മതി. അപ്പത്തേക്ക് വയറുന്നറിയും. പിന്നെ അടുത്ത സ്ഥലത്ത് പോയിട്ട് അത്രയും സമയം ഗ്യാപ്പും കിട്ടും. അതൊന്ന് ഡൈജസ്റ്റ് ആവും. എക്സാക്ട്ലി. നമ്മൾ അടുത്ത സ്ഥലത്ത് പോവാ, അടുത്ത് കഴിക്കാം. അങ്ങനെ നടന്നു കഴിക്കും. നമ്മൾ രണ്ടുപേരും another common thing that we have is modeling. ഞാൻ കണ്ടിട്ടുണ്ട് മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണോ? അത് മൂവി ചെയ്തപ്പോ അതിന്റെ കൂടെ വന്നൊരു സാധനമാണ്? ഇല്ല, അത് മൂവി ചെയ്തപ്പോ കൂടെ വന്നതാണ്. കാരണം എനിക്ക് അറ്റൻഷൻ മാത്രം നിൽക്കാൻ അറിയത്തുള്ളായിരുന്നു. പിന്നെയാണ് അത് പയ്യെ 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 ഡെവലപ്പ് ചെയ്ത് മോഡലിംഗ് ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഓക്കെ. അപ്പൊ ബ്രാൻഡ്സ് ഒക്കെ കൊളാബറേഷൻ ഒക്കെ ഇപ്പം നമുക്ക് ക്യാമ്പയിൻസ് ഒക്കെ വരുമ്പോൾ എന്താണ് ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ചാലഞ്ച് എന്ന് പറയുന്നത്? അവരുടെ ടൈമിങ്ങിന് നമ്മൾ എടുത്തു കൊടുക്കണം. അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്. അതല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഐ ഡോണ്ട് മൈൻഡ് ഡൂയിങ് ഇറ്റ് ഫോർ ദം. ഐ ഡെഫിനറ്റ്ലി എൻജോയ് ഡൂയിങ് ഇറ്റ് ഫോർ ദം. പക്ഷെ അവരുടെ ഒരു ടൈം ലൈനിൽ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആക്ച്വലി ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ചിലർ എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഐ ഫീൽ ലൈക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ ഞങ്ങളൊരു സാധനം തന്നില്ല, നിങ്ങൾക്ക് ചെയ്തൂടെ? അപ്പം I'm like നിങ്ങൾ ഞങ്ങളുടെ കൂടെ സമയം കൂടെ ഒന്ന് മാനിക്കണം എന്നൊക്കെ പറയും. പിന്നെ at the end of the day ഞാൻ ഇപ്പം ആക്ച്വലി വന്നപ്പോഴാണ് അറിഞ്ഞത് കളരി ചെയ്യുന്ന. കളരി അങ്ങനെ ഞാൻ വടി എടുക്കാനേ പഠിച്ചിട്ടുള്ളൂ, വടിയും കൊണ്ട് കളിക്കാൻ പഠിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് ഐ ഹാഡ് ടു സ്റ്റോപ്പ്. ഞാൻ ഹാർഡ്ലി 6 months പോവാൻ പറ്റിയുള്ളൂ. നമുക്ക് പറ്റുന്ന ഒരു പണിയാണെന്ന് തോന്നിയോ? ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ലേണർ ആയതുകൊണ്ടാണ്.
പിന്നെ ഡാൻസറും കൂടിയാണ്. ഡാൻസറാണ്. പിന്നെ ഞാൻ ആനിമൽ ഫ്ലോ ചെയ്യുമായിരുന്നു. അങ്ങനെ ബോക്സിങ് ചെയ്യും. ഞാൻ ബോക്സിങ് ചെയ്യും. അപ്പൊ അതൊക്കെ വന്നപ്പോഴത്തേക്കും കളറിയേഴ്സിലേക്ക് ഓക്കെ ഐ ക്യാൻ ഡു ഇറ്റ്. ഡാൻസിങ് വരുമ്പോ എങ്ങനെയാണ്? അത് സ്പോട്ടല്ലേ, കുഞ്ഞു തൊട്ടേ സ്റ്റാർട്ട് ചെയ്താണോ? at the age of 3. അപ്പൊ ഒരു ഡെയിലി ഒരു മോർണിംഗ് റൂട്ടീൻ ചോദിച്ചാൽ, അതായത് ഷൂട്ട് ഇല്ലാത്തൊരു ദിവസം മോർണിംഗ് റൂട്ടീൻ, ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? അതിപ്പം ഞാൻ രാവിലെ എഴുന്നേക്കും, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും. ഭയങ്കര ഇഷ്ടമാണ് കുക്കിംഗ്. ഐ ലവ് കുക്കിംഗ്. ആൻഡ് ദെൻ പിന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ ഓഫീസിൽ പോകണപ്പോൾ ഓഫീസിൽ പോകാല്ലേ ചുമ്മാ വീട്ടിൽ കുത്തിരിക്കും. പിന്നെ ഐ ലൈക്ക് ടു ഡു ക്രാഫ്റ്റ് വർക്ക്സ്. ഒത്തിരി കൈപ്പണി ചെയ്യും. ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ റീൽ കണ്ടു, കാൻഡിൽ മേക്കിംഗ്. ഐ ലവ് കാൻഡിൽ മേക്കിംഗ്. ഇറ്റ് ലുക്സ് സോ ഇൻട്രസ്റ്റിംഗ്. അത് പുതിയൊരു ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാണോ അതോ ഹൗ ഡിഡ് യു? ആക്ച്വലി അല്ല, ആ ഇൻട്രസ്റ്റ് എനിക്ക് ഇട്ട് തന്നത് എൻ്റെ സിസ്റ്ററാ. അതിനെ ഇട്ട് തന്നത്. പക്ഷെ ഞാനത് സ്ഥിരമായിട്ട് ചെയ്യും. കുറച്ചുണ്ട്. കാരണം മെറ്റീരിയൽസ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കണമല്ലോ. പഠിച്ചു കഴിഞ്ഞു, സംഭവം പഠിച്ചു കഴിഞ്ഞു. പിന്നെ ക്ലൈമറ്റ് ഓൾസോ ഫാക്ടേഴ്സ് വൈൽ മേക്കിംഗ് ദ കാൻഡിൽസ്. അപ്പൊ ഇപ്പൊ ഇവിടെ വിന്റർ ആയ കാരണം നമുക്ക് അങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റത്തൊന്നുമില്ല. സോ അങ്ങനെ പെയിന്റിങ് ചെയ്യും, ഞാൻ വരയ്ക്കും. അതാ പറഞ്ഞ വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടത്തില. എപ്പോഴും കൈ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം. അപ്പൊ കുക്കിങ്ങിൽ എന്താണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നത്? ഇതാണ് എന്റെ മാസ്റ്റർ പീസ് എന്ന് കൊണ്ട് കാണിക്കുന്നത്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഷെപ്പേർഡ്സ് പൈ നന്നായിട്ട് കുക്ക് ചെയ്യും. അതൊരു ഇറ്റാലിയൻ ഡിഷാണ്. പക്ഷെ ഐ മേക്ക് ബിരിയാണി ഓൾസോ. എന്താണ് ആ ഒരു ഡിഷിന്റെ പ്രത്യേകത? ഇറ്റാലിയൻ ഡിഷ്. അത് ബീഫ്, മിൻസ് ബീഫ് ഒക്കെ വെച്ചുണ്ടാക്കുന്ന. അതാണോ കെവിൻ ചേട്ടനും ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, കെവിൻ എന്തുണ്ടാക്കി കൊടുത്താലും തിന്നോളൂ. കാരണം കെവിയുടെ സൈഡിലെ വീട്ടിലുള്ളവർ ഭയങ്കര വലിയ കുക്കാ. എന്റെ അമ്മ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷെ ഞങ്ങൾ രണ്ടും തന്നെയാണോ നിൽക്കുന്നത്, അപ്പൊ എന്റെ ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം കെവിൻ ചേട്ടൻ യുവർ ലൈഫ് പാർട്ട്ണർ ഭയങ്കര സപ്പോർട്ടാണോ? ഈ കെവിൻ ചേട്ടൻ എന്ന് വിളിച്ച് ഇതുവരെ ശീലമില്ലാത്തോണ്ട് അത് കേൾക്കുമ്പോ എന്താ പോലെ. ആക്ച്വലി ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പം ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണോ എന്ന്. കാരണം അത്രയും ഞങ്ങളുടെ ഇടയ്ക്ക് അത്ര ഫോർമൽ അല്ല, ഞങ്ങൾ ഭയങ്കര ഓപ്പൺ ആണ്. ഞാൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും, എന്നെയും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത്. ഈവൻ മൂവീസ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ട്. എന്നെ ആക്ച്വലി RDXന് എന്നെ തള്ളി വിട്ടത് എന്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഉള്ളത്. എങ്ങനെയാണ് ആ ഒരു സീരിയസ് ക്യാരക്ടറിലേക്ക് പിടിച്ചു വന്നത്? ഭയങ്കര പ്രിപ്പറേഷൻ ആയിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലുക്ക് മാറുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ച് മെച്യൂരിറ്റി പിടിക്കാം എന്നൊക്കെ ആലോചിച്ചിട്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരാളെ വേറെ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് വരെ എന്നെ എന്നത് കണ്ടു. അതെ, അതിലെല്ലാം കെവിൻ ചേട്ടനാണ്. ആ ഇമോഷണൽ സീൻസിലൊക്കെ എന്നെ കെവിയാണ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തത്. ആസ് എ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഞങ്ങൾ സ്ഥിരം ബിഗ് ബോസ് കാണുന്ന ആൾക്കാരാണ്. ബട്ട് നോട്ട് എല്ലാ എപ്പിസോഡും, ബട്ട് സ്റ്റിൽ മാക്സിമം ഫോളോ അപ്പ് ചെയ്യും. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ബിഗ് ബോസ്? ഐ തിങ്ക് ഒരു നോമിനേഷൻ കഴിഞ്ഞിട്ട് യു കെയിം ഔട്ട് ഓഫ് എ റൂം ആൻഡ് യു ഇൻഡയറക്ട്ലി കണ്ണും കൊണ്ട് ആക്ഷൻ കാണിച്ചില്ല, അഖിലേട്ടനോട് കയറിപ്പോ. ദാറ്റ് തിങ് വാസ് റിയലി ഗുഡ്. ലൈക്ക് അപ്പം തന്നെ ആക്ച്വലി അപ്പം തൊട്ടാണ് ഞാൻ സെറീനനെ കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത്. പിന്നെ അഫ്കോഴ്സ് ദുബായ് കിഡ്, അപ്പം നമ്മൾ ഒബ്വിയസ്ലി നോട്ടീസ് ചെയ്യും. ഞാൻ ആക്ച്വലി ആ നോമിനേഷൻ റൂമിൽ പോയിട്ട് അഖിലേട്ടനെ തന്നെ നോമിനേറ്റ് ചെയ്തത്. പുള്ളിയെ നോമിനേറ്റ് ചെയ്തിട്ട് പുറത്തെറി. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ അഖിൽ മരാറിനെ വിളിക്കാത്തേക്ക്. ഞാൻ പുറത്തോട്ട് എങ്ങനെ അഖിലേട്ട കയറിപ്പോ. പക്ഷെ അത് ഭയങ്കര നല്ലായിരുന്നു. അത് നമ്മൾ അറിയുന്നില്ലല്ലോ, അത് പുറത്ത് ചർച്ചയായിരുന്നു, അത് വൈറലായിരുന്നു, ഞാൻ അറിയുന്നില്ല. അപ്പം പക്ഷെ അവിടെ ഇരുന്നപ്പോ തന്നെ എല്ലാരും നല്ലൊരു എക്സ്പ്രഷൻ ഇട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര നല്ലായിരുന്നു. അത് ബിഗ് ബോസ് നമ്മൾക്ക് ആ ഒരു
പ്ലാറ്റ്ഫോം ഫോർ മീ, എസ്പെഷ്യലി നമ്മൾ കരിയർ ഒരു ഷിഫ്റ്റ് ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ്. അതിന്റെ അകത്ത് വന്ന് ആരും മറക്കാറില്ലല്ലോ. എന്താ ബിഗ് ബോസിൽ പോയാൽ എന്നെ വിളിച്ചതാണ്, പക്ഷെ ഐ തിങ്ക് ആ സമയത്തൊക്കെ എന്നെ ഫ്ലഡും കാര്യങ്ങളും, പിന്നെ ഐ ഹാഡ് ടു ട്രാവൽ ടു ന്യൂസിലൻഡ്. അപ്പൊ ടൈമിങ് ഒട്ടും കറക്റ്റ് ആയില്ല. അപ്പൊ ആ മിഡിൽ ഈസ്റ്റ് സീസൺ 1 ആ മിഡിൽ ഈസ്റ്റില് കണ്ടസ്റ്റൻസിന് തന്നെ അങ്ങോട്ട് എത്താൻ പറ്റിയില്ലായിരുന്നു. 50-50, നോട്ട് ലൈക്ക് എൻജോയ്മെന്റ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഡെഫിനറ്റ്ലി പോവാൻ ഇഷ്ടമാണ്. പക്ഷെ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ തീരും. അതുകൊണ്ട് നോ നീഡ് പോകണ്ട. ഒരു പ്രഷർ കുക്കറാണ്. പിന്നെ അടിയിടിയും തൊടിയും വരും. അതെ, ഫിസിക്കലി ആൻഡ് മെന്റലി ചാലഞ്ചിങ് ആണല്ലോ. പക്ഷെ ഐ തിങ്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലേ, ഐ ക്യാൻ റിയലി ട്രൈ. ഐ തിങ്ക് എക്സ്പെരിമെന്റ് ലൈഫിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളായതുകൊണ്ട്, അഡ്വഞ്ചർ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഇപ്പൊ പോയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബാക്ക് ഓഫ്. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. ആ ഒരു മെന്റാലിറ്റി ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഐ ഡോണ്ട് തിങ്ക് സോ ഹി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. കാരണം പുള്ളിക്കാരൻ്റെതായ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് പല കാര്യത്തിനും. ഐ ഡോണ്ട് തിങ്ക് സോ ഹി വിൽ ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ രണ്ടുപേരും റൊട്ടീൻ ലൈഫിലേക്ക് പക്ഷെ എന്റെ കേസിൽ വരുമ്പോൾ എനിക്ക് ഒരു റൊട്ടീനിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. പക്ഷെ കെവി അങ്ങനെയല്ല. കെവി കറക്റ്റ് റൊട്ടീൻ മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഹീസ് ഓക്കെ വിത്ത് വാട്ട് ഐ ഡു, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവറിത്തിങ് ഓഫ് ഹിസ് ഇസ് ഡൺ. പിന്നെ ഞാനും എന്റെ കാര്യങ്ങൾ തന്നെ നോക്കിക്കോളും. നമുക്ക് വേണ്ടി അവൈറ്റ് ചെയ്യുന്ന ഫ്യൂച്ചർ കാര്യങ്ങൾ എന്താണ്? അറ്റ് ദ മൊമെന്റ് ഞാനൊന്നും ഏറ്റെടുത്തിട്ടില്ല. മേ ബി ലൈക്ക് ഇൻ അനദർ 2 years ആയിരിക്കും. നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ മൂവീസ് ഒരു 4 ലൈൻഡപ്പ് ആണ്. അപ്പം അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കഴിഞ്ഞു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കഴിയും, ലൈക്ക് ഇൻ 2 weeks. അത് കഴിയുമ്പം അടുത്ത നവംബർ ആകുമ്പോഴത്തേക്ക് അടുത്ത മൂവി സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തന്നെ അത്യാവശ്യം കുറേ ഉണ്ട്. സോ നമ്മുടെ ഒരു ഫാമിലി പ്രൊഡക്ഷനാണ്. അപ്പോൾ വി ഓൾ ഇൻവോൾവ്. അങ്ങനെ ആസ് എ കോ-പ്രൊഡ്യൂസർ ഹൗ ഇൻവോൾവ്ഡ്? എങ്ങനെ പോയി ഫിസിക്കലി പ്രസന്റ് ആണോ ഐമ? നാട്ടിലുണ്ടെങ്കിൽ ഐ വിൽ ബി ഫിസിക്കലി പ്രസന്റ്, ബിക്കോസ് എനിക്ക് സെറ്റിൽ ചുമ്മാ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈവൻ ലൈക്ക് അവർ ആക്ട് ചെയ്യുന്നത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിലെ ഡിസ്കഷൻസിലൊക്കെ ഫുള്ള് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറയും. അങ്ങനെ അന്ന് മൂവി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് ഇല്ല. അത് ആക്ച്വലി റിലീസ് വരെ റെസ്റ്റ് ഇല്ല. അത് ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാരായിരിക്കും പൈസ തന്നിട്ട് അവിടെ പോയിരിക്കും. നോ, നല്ല സ്ട്രെയിനും സ്ട്രെസ്സും ഉള്ള വർക്ക് തന്നെയാണ്. പിന്നെ മൂവിനെ പറ്റി എന്തോരം കാര്യങ്ങൾ ചുമ്മാ നമ്മളൊന്ന് അഭിനയിച്ചിട്ട് പോകുന്നതല്ല സിനിമ എന്നുള്ളത്. അതൊരു വലിയ റിയലൈസേഷനാണ്. ഇപ്പം സെറീനയും ആക്ട് ചെയ്തില്ലേ 2 മൂവീസ്. അപ്പൊ അതിനുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മള് പിന്നെ ആക്ടിങ് മാത്രം ആയതുകൊണ്ട് ബാക്കി പ്രൊഡക്ഷൻ കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോഴത്തേനും പിള്ളേർ കിടന്ന് ഓടും. ഐ മീൻ പ്രൊഡക്ഷനിലെ അല്ലേ ഓരോരുത്തരും ഉള്ള ലൈറ്റ്സും കാര്യങ്ങളും ആണെങ്കിൽ ഇവൻ ഒരു ചായ ആണെങ്കിൽ പോലും എവറിബഡി ഈസ് വർക്കിംഗ് സോ ഹാർഡ്. അതായത് നമുക്കറിയാം ആ ഒരു സ്ട്രെസ് ഇത്ര സമയത്തിനുള്ള ഇത്ര സീൻസ് തീർത്താലേ പറ്റൂ. അപ്പൊ പിന്നെ നമുക്കൊരു സോങ് സീക്വൻസ് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സോങ് സീക്വൻസ് 4-5 ഡേയ്സോളം നമ്മുടെ ആ ഒരു ഷൂട്ടിംഗ് പോയി. സെയിം കണ്ടിന്യൂറ്റി ഇട്ട് സെയിം സംഭവങ്ങളെല്ലാം വെച്ചിട്ട് നിൽക്കുമ്പോഴത്തേനും ആദ്യത്തെ ദിവസമുള്ള ഉഷാറ് ഇല്ല, രണ്ടാമത്തെ ദിവസം പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആദ്യത്തെ ദിവസം ഇത്ര എനർജിയോട് നിൽക്കുന്ന സാധനം തന്നെ വേണം അടുത്ത 4th ഡേയിലും കൊണ്ട് ഒരേ സോങ് ആണല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് it's not easy. It's not at all easy. It's a lot of work and ഒത്തിരി പേഷ്യൻസും വേണം നമുക്ക് കാര്യങ്ങൾ പറയുന്നതിന്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും വേണം. ചില സമയത്തൊക്കെ ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകും, കാരണം എത്ര നേരം വെച്ച് ഫോക്കസ് ചെയ്യും. അപ്പൊ ഞാൻ ഒരു സീൻ ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ഡ്രെയിൻഡ് ആയി. 4 ദിവസത്തെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കിനായിരുന്നു ഒരു ഹെവി ഫെസ്റ്റീവ് മോഡിലുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം അതായത് ഞാൻ ഇവിടെ അമ്മ എല്ലാം തിരുമ്മിപ്പാ വയ്യ ചത്ത്. അപ്പൊ അങ്ങനെയായിരുന്നു. സോ ഇനി നമുക്കൊരു കുട്ടി ഗെയിം കളിക്കാം. ഇപ്പം ഐമ നമ്മൾ രണ്ടുപേരും ഇവിടെ തന്നെ ആയോണ്ട് മലയാളം നല്ല രീതിയിൽ ഞാൻ നല്ല രീതിയിൽ സംസാരിക്കും. ഐമ ഈസ് ഓൾസോ ടോക്കിംഗ് റിയലി വെൽ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസറിനെ കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഡിഫറെന്റ് സെന്റൻസ് തന്നിട്ട് വിൽ ട്രൈ സെയിം. ഓക്കെ, ഇത് 5 പ്രാവശ്യം.
ചത്ത തച്ചെത്തി ഒരു തടിച്ചി തച്ചെത്തി. ഓ മൈ ഗോഡ്, എനിക്ക് പറ്റത്തില്ല, ഉറപ്പാ. നോക്കി മലയാളത്തിൽ പക്ഷെ ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ബൈഹാർട്ട് പറയണേ. തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. ഓ നിക്കൂ. തച്ചൻ, ഓ മൈ ഗോഡ്, തച്ചൻ ചത്ത തച്ചത്തി ഒരു തടിച്ചി തച്ചത്തി. ഓ അതാ പറഞ്ഞ സ്പീഡ് വന്ന അത് വായിക്കാനൊന്നും പറ്റത്തില്ല. ഒന്നൂടെ. തച്ചൻ ചത്ത. ഇങ്ങനെ 5 പ്രാവശ്യം പറയാനല്ല ഞാൻ പറഞ്ഞത്, എനിക്കിത് കൂടുതൽ പറ്റില്ല. അടുത്തത് നമുക്ക് ഞാൻ അങ്ങോട്ട് തരാം വെയിറ്റ്. ഒരു ഉരുളിയെ മുരളി കളറി പഠിച്ചു. എനിക്ക് തന്നെ അതന്നെ ഒരുളി ഒളരിയിലെ മുരളി കളരി പഠിച്ചു. 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 അടുത്തത്. അയ്യോ, നേരത്തെ തന്നപ്പോ വായിച്ചാ മതിയായിരുന്നു. കണ്ടില്ല, കണ്ടാണോ? നെട്ടൂരാനാണോടാ നിന്റെ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാനോടാടാ നിന്റെ കളി. നെട്ടൂരാനോടാണോടാ 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 നിന്റെ കളി. ഓ, നെട്ടൂരാനോടാണോ നിന്റെ കളി അല്ല, നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. ആന അലറലോടല്ല നല്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ബാഗിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ഗോ ടു മേക്കപ്പ് പ്രോഡക്ട്സ് കാണും, 2-3 എണ്ണം. നമുക്ക് ഇത് ഇല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കാണെങ്കിൽ ലിപ്സ്റ്റിക് വെരി വെരി, എനിക്കത് മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഫേവറേറ്റ് അല്ലെങ്കിൽ ഗോ ടു പ്രോഡക്ട്സ് എന്നാണ് മേക്കപ്പിൽ? മെയിൻലി ലിപ്സ്റ്റിക്കും പിന്നെ ഹാൻഡ് ക്രീമും. ഇത് രണ്ടാ ഞാൻ വെക്കാറുണ്ട്. ഹാൻഡ് ക്രീം അത് ഞാൻ പുതിയൊരു അറിവാണ് കേട്ടോ. അത് ഈ ഡിപ്പെൻസ്, എല്ലാവരുടെയും കൈ ഡ്രൈ ആവണമെന്നില്ല. വിന്റർ ഒക്കെ ആകുമ്പോൾ ഡ്രൈ ആവും, അപ്പൊ അതൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് ഹാൻഡ് ക്രീം പിന്നെ ലിപ്സ്റ്റിക്. അതാണ് മെയിൻ ഫേവറേറ്റ് ലിപ് ഷെയ്ഡ്. മുഖം കഴുകിയില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടും. അതെ, പല്ല് തേച്ചില്ലെങ്കിൽ പല്ല് തേക്കും. വെളിയിൽ ഇറങ്ങുമ്പോ എന്തായാലും പല്ല് തേക്കും. ലിപ്സ്റ്റിക് ഇടാതെ നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. അത് ഐ തിങ്ക് ഇറ്റ്സ് എ ഗേൾ തിയറി. അതെനിക്ക് ആക്ച്വലി കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നാണ്. അവള് പറയും, എനിക്ക് ഞാൻ സാധനം വാങ്ങിട്ട് വരാം, ഓടിപ്പോള് ലിപ്സ്റ്റിക് ഇടും. ഞാൻ നീ ഇതിട്ടിട്ട് അവിടെ പോവാ സാധനം വാങ്ങിക്കാൻ. അതെ, ഞാനും താഴെ ഗ്രോസറി പോകണം. വേറെ ഒന്നും ചെയ്തില്ലല്ലോ, മുടി കിട്ടിയില്ലേലും ചീവിയില്ലേലും കുഴപ്പമില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടാൽ ഒരു ഫ്രഷ്നെസ്. അതെ. അപ്പൊ ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്നാണ്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണ്? എനിക്ക് മെയിൻലി ഇഷ്ടം ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഇഷ്ടം. ഹുദാ ബ്യൂട്ടിയുടെ ഒരു ബോംഷെൽ ഒക്കെ ഉണ്ട്, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതാണ് എൻ്റെ ഫേവറേറ്റ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഹെൽപ്സ്. അങ്ങനെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദ ഷോ വൺസ് അഗൈൻ. ഐ ഹോപ്പ് യു ഓൾസോ എൻജോയ്ഡ്. വെരി മച്ച്. ഒരുപാട് ചിരിച്ചു. ആക്ച്വലി ക്യാമറ ഓഫ് ചെയ്തിട്ട് കുറേ ചിരിച്ചു. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇത്രയും ജോബിയായിട്ടുള്ള പേഴ്സൺ എങ്ങനെയാണ് സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ അധികം ക്രിട്ടിക്കലി തിങ്ക് ചെയ്തൊന്നും വർത്താനം പറയത്തൊന്നുമില്ല. വെരി കാഷ്വൽ, വെരി സ്റ്റൈലിഷ് അല്ലേ? അതെന്റെ ശബ്ദത്തിന്റെ ആയിരിക്കും. ശബ്ദമുണ്ട്, ഐ തിങ്ക് മാനറിസം ഉണ്ട്, വെരി കിഡിഷ്, ഭയങ്കര ക്യൂട്ട് ഫീലിംഗ് ആണ്. മേ ബി ഒത്തിരി ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പോലും എന്നെ ഇങ്ങനെ കൊച്ചിനെ പോലെ നോക്കുന്ന കണ്ടൊക്കെ ആയിരിക്കാം. Probably ആയിരിക്കും. And even I didn't feel നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ? Very joyous. So please stay the same. God bless you with lot of happiness and thank you and wishing you the same. Thank you so much. Appa, we will see you in the next show.